പ്രണയപ്പകയുടെ കൊട്ടേഷൻ. പ്രണയത്തിൽ നിന്നൊഴിയാൻ യുവാവിനെതിരെ കൊട്ടേഷൻ നൽകിയ യുവതി പിടിയിലായി. വർക്കല ചെറുന്നയൂർ സ്വദേശി ലക്ഷ്മിപ്രിയയാണ് പിടിയിലായത്. തിരുവനന്തപുരം വർക്കല അയിരൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എറണാകുളത്ത് വെച്ച് നഗ്നനാക്കി മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസിൽ 8 സംഘത്തിലെ 2 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. 8ാം പ്രതിയായ എറണാകുളം സ്വദേശി അമലിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോയതാണ്. എറണാകുളത്ത് കൊണ്ടുപോയി ദേഹോദരം ചെയ്തതിലേക്കാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനകത്ത് പഴയ സുഹൃത്തായ ഒരു പെൺകുട്ടിയുണ്ട്, ലക്ഷ്മിപ്രിയ. അത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചായിരുന്നു. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ഇന്നിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുമായി മകൻ പ്രണയത്തിലായിരുന്നില്ല എന്ന് യുവാവിന്റെ അച്ഛൻ പ്രതികരിച്ചു. 10 മണിക്കാണ് മോനെ ഇവിടെ തട്ടിക്കൊണ്ട് പോകുന്നത്. 10 മണിക്ക് ഇവിടെ നിന്ന് MG സ്കൂളിൽ നിന്നാണ് എൻ്റെ വീട്ടിനകത്ത് വിളിച്ചിറക്കൊണ്ട് പോകുന്നത്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കൊച്ചാണ് വിളിച്ചിട്ട് പോകുന്നത്. ആദ്യം അതിൽ 2 പേരെ ഉള്ളായിരുന്നു. ലക്ഷ്മിപ്രിയയും വേറൊക്കെയുണ്ട്. പിന്നെ പൂവങ്കി എന്നാണ് 2 പേര് കയറുന്നത്. ഈ 2 പേര് കയറുന്ന മാത്രമേ മോന് ഓർമ്മയുള്ളൂ. കയറിയ ഉടനെ മർദ്ദനം തുടങ്ങി. മർദ്ദനം കൊണ്ട് അയിരൂർ പോയി. അയിരൂന്ന് വണ്ടി വളച്ചു തിരിച്ച് പോലീസ് സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. പിന്നെ അവർ 2 പ്രാവശ്യം അതിന് ചാടാൻ നോക്കി. അപ്പോഴത്തേക്കൊരു പിച്ചാത്തെടുത്ത് കഴുത്തിൽ വെച്ചു. അതിനുശേഷം ഭീഷണിപ്പെടുത്തി കറുത്ത തുണി കൊണ്ട് തലയിൽ കെട്ടി സ്റ്റേഷൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ആലപ്പുഴയിൽ വെച്ച് ഫ്രണ്ടിരുന്ന ഡ്രൈവർ ബാക്ക് ഫ്രണ്ടിരുന്ന ആൾ തിരിച്ചത് ചേഞ്ചായി. ഇന്നും മർദ്ദനം തുടങ്ങി. ഇടയ്ക്കൊരു ബിവറേജ് കയറി കല്ലെടുക്കാൻ മദ്യനിര വാങ്ങാൻ. അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ മാല, ഒരു 4-5 ഗ്രാമിൻ്റെ മാല അവർ ഊരിയെടുത്തു. കൈകളിൽ ഒരു ഐഫോൺ എടുത്തു. പേഴ്സിൻ്റെ അകത്ത് ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ മൊബൈലിൻ്റെ അകത്ത് ഒരു 500 രൂപ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ എറണാകുളത്ത് കൊണ്ട് ടോള് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നും ഓർമ്മയില്ലെന്നാണ്. പിന്നെ ഒരു പഴയൊരു വീട്ടിൻ്റെ അകത്താണ് കൊണ്ട് കയറുന്നത്. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ഇപ്പം വിടാം, പൈസ ഓഫർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടില്ലോ പൈസ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ കറണ്ട് അടിപ്പിച്ച് സൈക്കോ എന്ന് പറഞ്ഞാൽ കറണ്ട് അടിപ്പിച്ച് മയക്ക് കഞ്ചാവ് വലിപ്പിച്ചു. ശരീരം മൊത്തം പൊള്ളിച്ചു. വലിക്കാത്ത ഒരു 1.5 കുപ്പി ബീർ കുടിപ്പിച്ചു. ചുണ്ടെല്ലാം പൊട്ടുപോയാണ്. പിന്നെ അവന് വരുന്നതും പോണതും എല്ലാവരും പിന്നെ വ്യക്തമായ വീഡിയോസ് മൊത്തം വെച്ചു കംപ്ലീറ്റ്. ഈ പറയുന്ന കണ്ടീഷൻ അത്രയ്ക്ക് ഒരു അവസ്ഥയില്ല. മോനിത് റെക്കോർഡിങ് ആയിട്ടില്ല. രാത്രി ഇന്നിച്ച് ഇപ്പോഴും ഓടെയാണ്. എന്നെ കുന്നലയെന്ന് പറയുന്നത് അതിന് സമനില ദൂരമായിട്ടില്ല. പ്രണയപ്പകയുടെ ഞെട്ടിക്കുന്ന വാർത്ത മലയാളി ഞെട്ടലോടുകൂടി കാണുന്നത് 2017-ലാണ്. 6 വർഷത്തിനപ്പുറം പ്രണയപ്പക, കൊലപാതകം, കൊട്ടേഷൻ എന്നിവയെല്ലാം വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. മലയാളക്കരയെ നടുക്കിയ ഈ വാർത്തയാണ് ഇന്ന് ലേഡീസ് ബാൻഡ് വിശദമായി പരിശോധിക്കുന്നത്. വർക്കലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി VV വിനോദ് ചേരുന്നു. ഒപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ടോം കുര്യാക്കോസും, അതിഥികളായി മുൻ SP ശ്രീ സുഭാഷ് ബാബു, സൈക്യാട്രിസ്റ്റ് ശ്രീമതി LC ഉമ്മൻ എന്നിവർ ചേരുന്നു. ആദ്യം VV വിനോദിലേക്ക്. വിനോദ്, കേസിന്റെ പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? ലക്ഷ്മിപ്രിയയുമായി ഉണ്ടായിരുന്നില്ല മകന് എന്നുള്ള അച്ഛന്റെ മൊഴി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഒരു പ്രണയപ്പക കൊട്ടേഷനായി മാറിയത് എന്നതിലേക്ക് തന്നെ വെളിച്ചം വീശുന്നു എന്നുള്ള പോലീസിന്റെ വാദമുണ്ടല്ലോ. അത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിലാണോ മറ്റുള്ള മൊഴികൾ? അപർണ, ഇപ്പോൾ അയിരൂർ പോലീസ് സ്റ്റേഷനിലാണ് വിഷ്ണുപ്രിയ ഉള്ളത്. ഒപ്പം ഇപ്പോഴത്തെ ആൺ സുഹൃത്ത് അഖിൽ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പിടിയിലായിരുന്നു. ഇവർ 2 പേരും അയിരൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രണയപ്പക തന്നെയാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലിനും മർദ്ദനത്തിനും നഗ്ന ദൃശ്യം പകർത്തുന്നതിനും കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. അയിരൂർ സ്വദേശിയാണ് ഈ മർദ്ദനമേറ്റ യുവാവ്. വിഷ്ണുപ്രിയയും ഈ യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ പെൺകുട്ടി ആവശ്യപ്പെട്ടെങ്കിലും ഈ ചെറുപ്പക്കാരൻ അതിന് തയ്യാറായില്ല. തുടർന്നാണ് പുതിയ കാമുകനെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്. ഏപ്രിൽ 5-നായിരുന്നു സംഭവം. ഇവിടെ നിന്ന് അയിരൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും എറണാകുളത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ്. ഈ പോകുന്ന വഴിയിൽ കാറിൽ ഉൾപ്പെടെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇവർ മദ്യപിക്കുകയും 8 പ്രതികളാണ് ഈ കേസിലാകെ ഉള്ളത്. രണ്ടാമത് ഈ പ്രതിയായി വന്ന അഖിലിന്റെ സുഹൃത്തുക്കളും ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നു. അവരും മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. വീട്ടുകാരും ആ നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 5500 രൂപ പേഴ്സിലുണ്ടായിരുന്നു. ഈ പണം പിടിച്ചു വാങ്ങി. അതോടൊപ്പം തന്നെ ഐഫോൺ വാച്ച്, വില കൂടിയ വാച്ച് പിടിച്ചു വാങ്ങി. സ്വർണ്ണമാല ഉണ്ടായിരുന്നു. ഇതും
തട്ടിയെടുത്തു. അതിനുശേഷം കഞ്ചാവ് വലിപ്പിച്ചു, മദ്യം കുടിപ്പിച്ചു, പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് എറണാകുളത്ത് എത്തിച്ച് നഗ്നനാക്കി ദൃശ്യങ്ങൾ പകർത്തിയതും പ്രണയത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും തിരികെ വൈറ്റില ഭാഗത്ത് യുവാവിനെ ഉപേക്ഷിച്ചു. അവിടെ ബന്ധുവിനെ വിളിച്ചു വരുത്തുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. ഇതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. വർക്കല പോലീസിൽ ഇത് സംബന്ധിച്ച് ആദ്യം പരാതി ലഭിക്കുകയും പിന്നീട് അയിരൂർ പോലീസിൽ കേസെടുക്കുകയുമായിരുന്നു. യുവാവിന്റെ വീട് വരുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലാണ്. നമ്മൾ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കൊലപാതകത്തിലേക്ക് പോലും ചെന്നെത്താമായിരുന്ന ഒരു സംഭവം. ക്രൂരമായ മർദ്ദനമേറ്റുവെന്ന് പറയുന്നു. യുവാവ് ചികിത്സ തേടി പിന്നീട് ആശുപത്രി വിട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ബന്ധു വീട്ടിലാണ് യുവാവുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ട് മുൻപാണ് ഈ ഗ്രീഷ്മ, അതായത് ഷാരോൺ വധക്കേസ് നടന്നത്. കഷായത്തിൽ ഇങ്ങനെ വിഷം കലർത്തി മുൻ കാമുകനെ ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകം ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. മുൻ കാമുകനെ ഒഴിവാക്കുന്നതിന് വേണ്ടി BBA വിദ്യാർത്ഥിയായ പെൺകുട്ടി ഇവിടെ വെച്ച് പ്രണയത്തിലാവുകയും പിന്നീട് പഠനാവശ്യത്തിനായി എറണാകുളത്തേക്ക് പോവുകയുമായിരുന്നു. അവിടെ വെച്ചാണ് മറ്റൊരു യുവാവുമായി അടുപ്പത്തിലാകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കാമുകനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കൊട്ടേഷൻ നൽകി. ഇങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഞെട്ടിക്കുന്ന സംഭവമാണ്, ക്രൂരമാണ്. ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും പണവും സ്വർണവും വില കൂടിയ വാച്ചും ഉൾപ്പെടെ പിടിച്ചു വാങ്ങുകയും കഞ്ചാവ് വലിപ്പിക്കുകയും ലഹരി വസ്തുക്കൾ കൊടുക്കുകയും പിന്നീട് ഒരു കേന്ദ്രത്തിലെത്തിച്ച് അവിടെ ക്രൂരമായി മർദ്ദിക്കുകയും വിവസ്ത്രനാക്കി ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനിയും ആളുകൾ ഈ കേസിൽ പിടിയിലാകാനുണ്ട്. ഏതാണ്ട് 6ഓളം പേർ ഇനിയും പിടിയിലാകാനുണ്ട്. അത് ഇപ്പോൾ പിടിയിലായ എറണാകുളം സ്വദേശിയുടെ സുഹൃത്തുക്കളെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഏതായിരുന്നാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത് എന്നുകൂടിയാണോ ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമുണ്ടോ? അതായത് എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള അന്വേഷണങ്ങൾ, കൊട്ടേഷൻ സംഘാംഗങ്ങളെ കേന്ദ്രീകരിച്ച്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ആൺ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട്. കൊച്ചി സ്വദേശിയാണ് അയാൾ. ഇപ്പോൾ തന്നെ പോലീസിന്റെ പിടിയിലാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. പെൺകുട്ടി തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിൽ നിന്നാണ് പിടിയിലാവുന്നത്. ഈ സംഭവത്തിന് ശേഷം എറണാകുളത്ത് നിന്ന് പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ ഇനി 6ഓളം പേർ പിടിയിലാകാനുണ്ട്. ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഈ യുവാവിനെ കൂട്ടമായി മർദ്ദിച്ചതിൽ ഇനി 6 പേർ കൂടിയുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാകാര്യം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. കാരണം ആ നിലയ്ക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഭീഷണി ഉണ്ടായിരുന്നു. കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ലഹരി വസ്തുക്കൾ കൊടുക്കുകയും കഞ്ചാവ് വലിപ്പിക്കുകയും ഈ തട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ തന്നെ ബിവറേജിൽ കയറി അവിടെ നിന്ന് മദ്യം വാങ്ങി ഇവർ ഉപയോഗിക്കുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ, അതാണ് ഞെട്ടിക്കുന്ന സംഭവം. ഈ എറണാകുളത്ത് കൊണ്ടുപോയി യുവാവിനെ നഗ്നനാക്കി മർദ്ദിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കാമുകയാണ്. പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് നൽകുന്ന വിവരവും ആ നിലയ്ക്ക് തന്നെയാണ്. കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. ഇവരെ വിശദമായി കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. വിനോദ്, ഇതിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് 2 പേർ. പെൺകുട്ടി ലക്ഷ്മിപ്രിയ, ഇപ്പോഴത്തെ ആൺ സുഹൃത്ത് അമൽ എന്നിവർ 6 പേര് അറസ്റ്റിലാവാനുള്ളത്. ടോം നമുക്കൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ടോം, സാധാരണ രീതിയിൽ പ്രണയപ്പക, അതുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങൾ, ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് വരെ നീളുന്ന സംഭവങ്ങൾക്കെല്ലാം കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇതിലെല്ലാം വളരെ വികാര വിക്ഷോഭമായിട്ട് പ്രവർത്തിക്കുക, പ്രതി കുറ്റസമ്മതം നടത്തുകയോ അല്ലെങ്കിൽ പശ്ചാത്താപമില്ലാതെ നിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരിക, അതിൽ തീരുന്ന ക്രൈം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകാറുള്ളത്. അതിൽ നിന്ന് ഒരു കൊട്ടേഷൻ സംഘം, അതിൽ 6 പേർ ഇനിയും പിടിയിലാകാനുള്ള വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള മർദ്ദനം എന്നെല്ലാം വരുമ്പോൾ ഈ കേസ് വ്യത്യാസപ്പെടുന്നുണ്ടോ? അപർണ, തീർച്ചയായും. കാരണം ഈ ഒരു കേസിന്റെ സ്വഭാവം തന്നെ, ഒന്ന് കാമുകിയാണ് ഈ കേസിലെ പ്രതി, കോളേജ് വിദ്യാർത്ഥിനിയാണ്. സമാനമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ നിരവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സ്ത്രീകൾ, അതായത് യുവതികൾ പ്രതികളായിട്ടുള്ള നിരവധി കേസുകൾ. അത് പലപ്പോഴും അത്തരം കേസുകളുടെ സ്വഭാവം തന്നെ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ പുരുഷന്മാർ, പ്രത്യേകിച്ച് യുവാക്കൾ പ്രതികളായിട്ടുള്ള ഈ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൊലക്കേസ്, പ്രണയത്തിൽ നിന്നും കാമുകി പിന്മാറിയതിന്റെ പേരിലാണ് നമുക്ക് ഈ സമീപകാലത്തെല്ലാം ഈ കാമുകന്മാർ ഈ പെൺകുട്ടികളെ അരുംകൊല ചെയ്ത സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതായത് അതിന്റെ പക, ഈ കാമുകി പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന്റെ പകയെ തുടർന്നായിരുന്നു ഇത്തരം കുറ്റകൃത്യങ്ങൾ. പക്ഷെ ഈ ഒരു കേസിന്റെ സ്വഭാവം പ്രണയത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി
മുൻ കാമുകനെ അതായത് ഒഴിവാക്കാൻ, ഈ പ്രണയത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി, ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിക്കുക, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക, നഗ്നനാക്കി ദൃശ്യങ്ങൾ പകർത്തുക, അതും ഒരു കോളേജ് വിദ്യാർത്ഥിനി, BCAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി. അതാണ് ഈ കേസിന്റെ ഏറ്റവും ഒരു പ്രാധാന്യം. അത് തന്നെയാണ്. കാരണം സാധാരണ നമുക്കറിയാം സമാനമായ കേസുകൾ ഈ അടുത്തിടെ ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരം ഒരു കേസുണ്ടായിരുന്നു. ഇൻഷ എന്ന മലയാളി യുവതി, അവര് ഗൾഫിൽ വെച്ച് ഒരു തമിഴ്നാട് സ്വദേശിയുമായി പ്രണയത്തിലാകുന്നു. തിരിച്ച് നാട്ടിലെത്തി പ്രവാസി ഈ യുവാവ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ ആ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി, അത് പണം കവരാൻ വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. പക്ഷെ ഇവിടെ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി സമാനമായ മറ്റൊരു കേസ് തിരുവനന്തപുരത്ത് നമുക്കറിയാം, പാറശാല ഷാരോൺ വധക്കേസ്. അത് ഗ്രീഷ്മ എന്ന പെൺകുട്ടി, അതും വിദ്യാർത്ഥിനി, അരുംകൊല ചെയ്യുക, വിഷം കൊടുത്ത് കൊലപ്പെടുത്തുക. ഇത്തരത്തില് യുവതികള്, പെൺകുട്ടികള്, സ്ത്രീകള് ഈ ക്രൈമിലേക്ക് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സംഭവങ്ങൾ നിരവധി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഭർത്താക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടി കാമുകരൊപ്പം ചേർന്ന് കൊല ചെയ്യുന്ന സംഭവങ്ങൾ 2011 കൊച്ചിയിലെ തൃക്കാക്കരയിലാണ് പോൾ വർഗീസ് കൊലക്കേസ്. അത് ഭാര്യയും കാമുകനും ചേർന്നാണ് പോൾ വർഗീസിനെ അരുംകൊല ചെയ്തത്. അതായത് ആദ്യം മയക്കുമരുന്ന് നൽകി പോൾ വർഗീസിനെ മയക്കിയ ശേഷം പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ അടുത്തിടെ ഇടുക്കിയിൽ ഒരു പഞ്ചായത്ത് അംഗം സൗമ്യ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയില് കഞ്ചാവ് വെച്ച ശേഷം ഭർത്താവിന് ഈ കഞ്ചാവ് കേസിൽ കൊടുക്കുന്ന സംഭവങ്ങളല്ല. അത്ര നിരവധി സംഭവങ്ങൾ ഈ സ്ത്രീകൾ പ്രതിയായിട്ടുള്ള നിരവധി കേസുകൾ സമീപകാലത്ത് കേരളം ഞെട്ടലോടെ കേട്ടതാണ്. അത്തരം ഒരു കേസ് തന്നെയാണ് വർക്കലയിലും ഇന്നലെ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ മാസം അതായത് 5-ാം തീയതിയായിരുന്നു തിരുവനന്തപുരം വർക്കലയിൽ നിന്നും ഈ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് ഈ ലക്ഷ്മിപ്രിയയും കാമുകനും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് വൈറ്റിലിയിലെ ഒരു ഒഴിഞ്ഞ വീട്ടിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ഷോക്കടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ബിയർ കുപ്പി കൊണ്ട് തലക്കടിക്കുന്നു. അവശനായ ഈ യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. അതായത് ആ യുവാവിന്റെ തന്നെ മൊബൈൽ ഫോണിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. അതിനുശേഷമാണ് വൈറ്റിലിയിലെ റോഡ് സൈഡില് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ കേസിന്റെ സ്വഭാവം, പ്രത്യേകിച്ചും ഈ സ്ത്രീകൾ പ്രതികളായിട്ടുള്ള പല കേസുകളും എടുത്തു നോക്കിയാൽ അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. കാരണം ഒരു വൈകാരികമായിട്ടുള്ള കുറ്റകൃത്യമല്ല ഈ സ്ത്രീകൾ പ്രതികളായിട്ടുള്ള എല്ലാ കേസുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൃത്യമായ ആസൂത്രണം കാണും. പക്ഷെ എവിടെയെങ്കിലും ഒരു പഴുത് കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഉടൻ തന്നെ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നതും. അപർണ, ഓക്കെ, ഞാൻ തിരികെ എത്താം. ടോം, ഇപ്പോൾ മുൻ SP ശ്രീ സുഭാഷ് ബാബുവിലേക്ക് ആദ്യം LC ഉമ്മൻ സൈക്കാട്രിസ്റ്റും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് സാധാരണ രീതിയിൽ പ്രണയ കൊലകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകാറുള്ളത്. ഇത് ഒരു വലിയ നീണ്ട നിരയാണ് ഇപ്പോൾ ടോം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ക്രിമിനൽ പട്ടികയിൽ നിൽക്കുന്നത്, അത് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയുന്ന ഒന്നാണോ? ഈ ഒരു കേസ് വ്യത്യസ്തപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിപ്പോ പ്രേമത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതമല്ല പ്രശ്നം, ജീവിതത്തെക്കാൾ കൂടുതൽ തന്റെ പ്രണയ സാഫല്യം, അത് സാഫല്യത്തിൽ എത്തിക്കുക എന്നുള്ള പറയുന്ന ഒരു മോശമായ വികാരമാണ് ഇവരെ മതിക്കുന്നത്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അധികവും സ്ത്രീകളും നിസ്വാർത്ഥമായാണ് പ്രേമിക്കുന്നത്. അവരെ മിക്കവാറും ചതിക്കുന്നത് മഹാഭൂരിപക്ഷവും പുരുഷന്മാരായിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. അപ്പൊ ഓരോരോ പുരുഷന്മാരെ മാറി മാറി തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പ്രേമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറുന്നു. അതാണ് നമ്മൾ നേരത്തെ പല കേസുകൾ നമ്മൾ നേരത്തെ ഇതൊക്കെ ചർച്ച ചെയ്ത കേസുകളാണത്. അപ്പൊ അതില് ഏറ്റവും ക്രൂരമായിട്ടുള്ളത് ഗ്രീഷ്മയുടെ കേസ് തന്നെയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇടുക്കിയിലുണ്ടായാലും മറ്റു സ്ഥലങ്ങളിലുണ്ടായതും ഒക്കെ പ്രേമം എന്ന് പറയുന്ന ഒരു വികാരത്തിന് വേണ്ടിയിട്ട് അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം, ആ വികാരം എന്ന് പറയുന്ന അത് സ്നേഹമല്ല, ആ ഒരു പ്രേമം എന്ന് പറയുന്ന ആ ഒരു പൈശാചിക വികാരത്തിലേക്ക് മാറിയിട്ട് ഈ മനുഷ്യൻ പിശാചായി മാറുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ പിശാചായി മാറുന്ന സംഭവങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിശൂന്യമായ പ്രവൃത്തി എന്ന് പറയാം. കാരണം ഒരാളെ ഒഴിവാക്കണമെങ്കിൽ അവനെ കൊന്നൊഴിവാക്കി കഴിഞ്ഞാൽ കേസ് വരില്ല എന്ന് ആർക്കറിയുന്നുണ്ട്? കേസ് വരും നിർബന്ധമായിട്ട്. അതേപോലെ ഇത് അതിനേക്കാൾ അപകടകരമായ ഒരു കാര്യമാണ്. ഒരാളെ പുതിയ കാമുകനോടൊപ്പം ആ കാമുകന്റെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോവുക, മർദ്ദിച്ചതിന് ശേഷം
അദ്ദേഹത്തിന് നഗ്നചിത്രങ്ങളൊക്കെ എന്നതിന് ശേഷം അവശ നിലയിലായതിനു ശേഷം ചിലപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും ശരി, ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടി. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ദുരഭിമാനം കൊണ്ട് അദ്ദേഹം പരാതി കൊടുക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലായിരിക്കും ചിലപ്പം ഈ പെൺകുട്ടി സുഹൃത്തിനെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യിക്കാനുള്ള കാര്യം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, വീണ്ടും വിചാരമില്ലാതെ പ്രേമം എന്ന് പറയുന്ന ആ ഒരു വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് എന്ത് ക്രൂരത ചെയ്താലും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി ജീവിക്കുക, അതിന് തടസ്സം നിൽക്കുന്ന വ്യക്തികളെ മുഴുവൻ നശിപ്പിക്കുക, അല്ലെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന പുതിയ ഒരു സംസ്കാരം ഒരു വിഭാഗം സ്ത്രീകളിൽ മുട്ടിട്ട് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. നമ്മള് ഈ സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ സംസ്കാരം അത് ഈ പെൺകുട്ടികളിലേക്ക് മുമ്പ് പൂർണ്ണമായും അവരിലേക്ക് എത്തുമായിരുന്നു. ഇപ്പൊ അവരിലേക്ക് എത്തുന്നില്ല. അത് കുറച്ചും കൂടെ നല്ല നിലയിൽ ഇപ്പം അങ്ങനെ ജീവിക്കുന്ന പുരുഷന്മാർ തന്നെ ആൺകുട്ടികളാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് വൈകൃതങ്ങൾ ഉണ്ടായിപ്പോയി. കാരണം സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അതിർവരമ്പുകൾ ഇപ്പം മാഞ്ഞു പോകുന്നു. അതിർവരമ്പുകൾ മായതിനു ശേഷം എന്തും എങ്ങനെയോ ആകാം. അത് ശാരീരികമായും മാനസികമായിട്ടുള്ള ഏത് അവസ്ഥയിലേക്കും എത്താം എന്നുള്ള ഒരു വികാരമാണ് ഇപ്പൊ സ്ത്രീകളിൽ പല ആളുകളെ സംബന്ധിച്ചുള്ള ഒരു കാമവികാരം എന്ന് തന്നെ നമുക്ക് പറയാം. അവർക്ക് അതാണ് അവരുടെ ജീവിതത്തിന്റെ പൂർത്തീകരണം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വപ്ന ജീവികളാണ് ഇത് അധികവും. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇതിലേക്ക് പോകുന്നത്. അത് സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു അപകടം സാധാരണ പെട്ടെന്ന് തിരിച്ചറിയുന്ന സ്ത്രീകളാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സ്ത്രീകള് മുമ്പുണ്ടായ പല സംഭവങ്ങൾ ഉണ്ടായിട്ടും അത് അറിയാത്തതുകൊണ്ടല്ല, അത് തിരിച്ചറിയാത്തതുകൊണ്ടല്ല, തനിക്ക് എന്തായാലും ശരി താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കണം. തന്റെ സ്വാതന്ത്ര്യവും അതിനേക്കാൾ ഉപരി തന്റെ ജീവിതവും ഇതേമാതിരിയുള്ള വ്യക്തികളുമായിട്ട് അല്ലെ ആരെ വേണം എന്ന് ഞാൻ തീരുമാനിക്കും. ഏത് അവസരത്തിൽ ആരെ വേണമെങ്കിലും എനിക്ക് മാറി മാറി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തണം എന്ന് പറയുന്ന ഒരു ഗേ ലൈഫ് ആണ്. ആ ഒരു ക്രിമിനൽ ഗേ ലൈഫിലേക്ക് ഇവർ മാറുന്നു. അതാണ് ഇവിടുത്തെ അപകടം. നമ്മുടെ സാംസ്കാരിക ചുതിയാണ് ഇത് കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യം ക്ഷണിച്ചു വരുത്തുന്നത്. ഞാൻ തിരികെ എത്താം. ശ്രീ സുഭാഷ് ബാബു, ശ്രീമതി എൽസി ഉമ്മൻ, അങ്ങനെ ഒരു ജനറലൈസേഷൻ ഇതിനകത്ത് വേണോ? സ്ത്രീകൾ ക്രിമിനലുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്താ പ്രാധാന്യം കൂടുതൽ കിട്ടും. അത് സ്വാഭാവികമായിട്ടും അതിലേക്ക് ക്യാമറ കണ്ണുകൾ പെട്ടെന്ന് പോകുകയും ആ രീതിയിലുള്ള ഉപവാർത്തകൾ കൂടുതൽ വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ ക്രിമിനൽ വൽക്കരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടുതലായി വരുന്നു, അല്ലെങ്കിൽ യുവതലമുറയുടെ ഒരു പ്രണയം മുഴുവൻ ആ രീതിയിലേക്ക് മെറ്റീരിയലൈസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതണോ ഈ ഒരു കേസ് വെച്ചുകൊണ്ട്? ഇതൊരു പ്രണയമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതൊരിക്കലും ഒരു പ്രണയമല്ലല്ലോ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഒരുപാട് റിലേഷൻഷിപ്സ് കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ പ്രണയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നൊരു പേര് കൊടുക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ലേബലും അതിന് കൊടുക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ഗെയിനിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ഒരു കമ്പാനിയൻഷിപ്പോ ഇതിനൊക്കെ ബോർഡം മാറ്റാനോ ഒക്കെ കുട്ടികൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തുടങ്ങാറുണ്ട്. അപ്പൊ അത്തരം റിലേഷൻഷിപ്പ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. അതിനകത്ത് ഈ പ്രണയത്തിനുള്ള സാധാരണ നമ്മൾ പറയാറുള്ള പരിപാവനമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ പരിപാവനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നൊക്കെയാണ് നമ്മൾ പ്രണയത്തെ വ്യാഖ്യാനിക്കുന്നത്. അതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് നമുക്ക് 2-3 പ്രാവശ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അഭിനിവേശം വരും, അതിനകത്ത് ഒരു പാഷൻ, ഇന്റിമസി വരും, അതൊരു ഇഴയടുപ്പം വരും, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് വരും. എന്താണ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോടുള്ള ഒരു വിശ്വസ്തതയാണ്. പക്ഷെ ഇവിടെ അതില്ലല്ലോ. ആ വ്യക്തിയോട് വിശ്വസ്തത ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോകത്തില്ലല്ലോ. നാലാമത്തെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സ്വഭാവം, അതായത് എപ്പോ വേണേലും പിൻവാങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കതിനെ പ്രണയമെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു റിലേഷൻഷിപ്പിനപ്പുറം മറ്റൊന്നുമായിട്ട് ഞാനതിനെ കാണുന്നില്ല. മാത്രമല്ല, ഇതൊന്ന് എൻഡ് ചെയ്യണമെങ്കിൽ അതിനൊപ്പം എത്രത്തോളം ഒരു ആന്റി സോഷ്യൽ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ഉദാഹരണത്തിന് മർദ്ദിക്കുന്നു, വിവസ്ത്രനാക്കുന്നു, അതിന്റെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അതുപോലെ തന്നെ ലഹരി പദാർത്ഥം കൊടുക്കുന്നു. എല്ലാറ്റിലും ഉപരി ഒരു മർഡർ അറ്റംപ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അത് തന്നെയല്ല, എല്ലാ പണമുള്ള സാധനങ്ങളെല്ലാം, വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ക്രൈം എന്ന് വേണം ഇതിനെ കാണാനായിട്ട്. അല്ലാതെ പ്രണയം എന്നുള്ള ഒരു വാക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ലേബിൾ കൊടുത്ത് പ്രണയത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാല്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇതൊക്കെ ഒരു കാലാനുസൃതമായ മാറ്റം എന്ന് വേണം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട്. ഒരു 20 വർഷം മുമ്പുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി അല്ല ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇടപഴകുന്നത്. പലപ്പോഴും അതിനകത്ത് ചിലപ്പോൾ ഒരാള് ഒരുപക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ പ്രണയത്തിന്റെ എല്ലാ ക്വാളിറ്റിയിലും വെച്ചായിരിക്കും റിലേഷൻഷിപ്പിലേക്ക്
റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. മറ്റേയാൾ അങ്ങനെ ആകണമെന്നില്ല. അവസാനം ഒരു ബ്രേക്കപ്പിന്റെ ഘട്ടം വരുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, കൗതുകത്തോടെ ഞാൻ കേട്ടിരുന്നിട്ടുണ്ട് ഒരു പങ്കാളി മറ്റേ ആളിനോട് ചോദിക്കുന്നത്, നമ്മുടെ ഇടയിൽ അതിന് പ്രണയമില്ലായിരുന്നല്ലോ, നമ്മുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള തലത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനത് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. കാരണം പ്രണയമില്ലാതെ തന്നെ അവരുടെ ഇടയിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നു, പ്രണയമില്ലാതെ തന്നെ പണമിടപാടുകൾ ഉണ്ടാകുന്നു, പ്രണയമില്ലാതെ തന്നെ അവർ ഒരുമിച്ച് താമസിക്കുന്നുവെന്ന് വേണം നാം ഇതിൽ നിന്നും വ്യാഖ്യാനിക്കാനായിട്ട്. അപ്പോൾ ഞെട്ടിത്തെറിച്ച് മറ്റൊരു പങ്കാളി റിയാക്ട് ചെയ്യാറുണ്ട്, പ്രണയമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ മറ്റേ ആൾ ചോദിക്കുന്നു, പ്രണയമില്ലാതെ ഇതൊക്കെ സംഭവിക്കാമല്ലോ, പ്രണയം എവിടെയാണുള്ളത്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നെ ചതിച്ചതെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള അധപതനം റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. രണ്ടാമത്തെ കാര്യം അപ്പോൾ എന്നോട് ചോദിച്ചത്, സ്ത്രീകൾ ഈ അടുത്ത കാലത്തായിട്ട് കുറ്റകൃത്യത്തിന്റെ അതിന്റെ ഒരു എണ്ണം കൂടുന്നുണ്ടോ എന്ന്. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ അപർണ ഉൾപ്പെടെ എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പോരാടുന്നവരാണ്, സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ്. ശരിയായിട്ട് ഉള്ള ഒരു ദിശാബോധമുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം ഒന്നും ഇല്ലാത്ത സ്ത്രീകൾ സാധാരണഗതിയിൽ ഈ അവസരത്തെ അവനവന്റെ കരിയർ ബിൽഡ് ചെയ്യാനും അവനവന്റെ വ്യക്തിമുദ്ര സമൂഹത്തിൽ പതിപ്പിക്കാനും സമൂഹത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെയും നിലനിൽക്കാനും അവനവന്റെ കയ്യൊപ്പ് പതിപ്പിക്കുവാനുമായിരിക്കും ശ്രമിക്കുന്നത് ഇത്തരം അവസരങ്ങളൊക്കെയും, ഇത്തരം ഈ ഇക്വാളിറ്റിയുടെ ഒരു അവസരങ്ങൾ. എന്നാൽ ചുരുങ്ങിയ സ്ത്രീകൾക്കെങ്കിലും ക്രിമിനൽ ഒരു പശ്ചാത്തലമുള്ളവരോ അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഉള്ളവരോ മാനിപ്പുലേഷൻ നടത്തുന്ന വ്യക്തിത്വ വൈകല്യമുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് വിസ്മരിച്ചുകൂടാ. അപ്പോൾ ഇത്തരം അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഈ കൂട്ടർക്കും ഈ അവസരങ്ങൾ സുലഭമായി ലഭിക്കുന്നു, അതൊരു സത്യമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ദിശാബോധമുള്ള സ്ത്രീകൾ അവരുടെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ശതമാനം ചെറിയ ശതമാനമാണെങ്കിൽ പോലും അവരവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിനും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ ക്രൈം ചെയ്യുന്നതിന് പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കും അവസരം കൂടുതലാണ്, സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, തീർച്ചയായും മനസ്സിലാക്കേണ്ടത്. യെസ്, തീർച്ചയായും ഞാൻ തിരികെ എത്താം. 4 പേരിലേക്കും ടോമും വിനോദും നമുക്കൊപ്പമുണ്ട്. സുഭാഷ് ബാബു, ശ്രീമതി എൽസി ഉമ്മൻ. നോ പറയേണ്ടടുത്ത് നോ പറയാനും പറഞ്ഞ നോ അംഗീകരിക്കാനും യുവതലമുറയ്ക്ക് കഴിയാതെ പോവുകയാണ്.